എന്റെ അമ്മേ. Challenging conventions in age gap relationships. Throughout literature, എന്താ കട്ടു ഞാൻ മീറ്റിംഗിലാ. authors have challenged presenting such relationships through their work enables writers to shatter societal norms related to love while showing അല്ലേ വേണ്ട. ജയേഷേ നീ തിരക്കിലാണ്? എന്നെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ടടാ ഞാൻ തിരക്കിലാന്ന്. നീ ഒന്നിങ്ങ് വന്നേ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ? നീ കുണ്ടനല്ലടാ. കണ്ടിട്ട് പറ. എന്താ? എന്നെ വിട്ടാ പുറമ്പോക്ക് പോടാ. ഇനി ഇവിടുന്ന് സേഫ് അല്ല, ഇങ്ങോട്ട് വന്നേ. റെഡിയാണല്ലോ? നോക്കിപ്പോ വരും. വാ ഇരിക്കും. ദാഹിക്കുന്നുണ്ടല്ലേ? കുടിക്ക്. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? നമ്മുടെ പാർട്ടി പങ്കെടുത്ത കംപ്ലീറ്റ് ചെക്കന്മാരെ നീ ഇവിടെ ചുമ്മാ വയ്ക്കുന്നുണ്ടല്ലോ. എത്ര പെണ്ണുങ്ങളുണ്ടായിരുന്നു അവിടെ? ഏതേലും ഒന്നിട്ട് നീ പോയാ? നീ ഇവിടെ ചുമ്മാ വെച്ച ചെക്കൻ ആരാന്നറിയോ? LGBT എടാ ഞാൻ കള്ളിന്റെ പുറത്ത് അറിയാണ്ടെന്തെങ്കിലും ചെയ്തു പോയതായിരിക്കും. ഇനി എല്ലാം കൂടെ വീഡിയോ പിടിച്ച് ബാക്കിയുള്ളവരായിട്ട് നാറ്റിക്കുക. ഇന്നെ പോലെ തന്നെ വേണോടാ ചങ്ങായിട്ട് കൊണ്ട് കിടക്കാൻ. സോറി മാൻ, ഞാൻ നിന്നെ മോശക്കാരനാക്കിയതല്ല, നിന്നെ വെളിപ്പെടുത്തിയതാണ്. കഴിഞ്ഞ 8 കൊല്ലമായിട്ട് ആ ഗോപി ഒഴിച്ച് നീ കണ്ട വേറെ ഏതെങ്കിലും ഒരു പെണ്ണെ നിനക്ക് ഇഷ്ടപ്പെട്ടോ? പറ. ഇല്ല. എനിക്ക് സംശയം പണ്ടുണ്ട്. കാരണം നീ ഒരു കുത്തുസീഡി കാണാറില്ല. ഞാനെന്നെ നടുപ്പേജ് നീ കീറി നോക്കാറില്ല. പെണ്ണുങ്ങളെ കാണുമ്പോ നീ വികാരഭരിതനാവാറില്ല. ഓറെ വേണ്ടപ്പെട്ട സ്ഥലങ്ങൾ, എന്തിന് വേണ്ടാത്ത സ്ഥലങ്ങളിൽ പോലും നീ നോക്കാറില്ല. പണ്ട് മമ്മൂക്ക പറഞ്ഞ പോലെ ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട് സാർ. സൂര്യൻ ഒരു നാളെ കറുത്ത മറന്നേക്ക് പുറത്ത് വരും. അങ്ങനെ മറന്നേക്ക് പുറത്ത് വന്ന കുണ്ടനാണോ നീ? കുണ്ടൻ. അതെ, ട്രസ്റ്റ് മീ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മോശം സമയമാണ് ഇനി വരാൻ പോകുന്നത്. ഒരുപാട് അപമാനങ്ങളും അവഹേളനങ്ങളും ഒക്കെ സഹിക്കേണ്ടി വരും. ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട് സാർ. സൂര്യൻ ഒരു നാളെ കറുത്ത മറന്നേക്ക് പുറത്ത് വരും. അങ്ങനെ മറന്നേക്ക് പുറത്ത് വന്ന കുണ്ടനാണോ നീ? കുണ്ടൻ. ചോദ്യോത്തര ജനാലയിലേക്ക് പ്രവേശിക്കുവാൻ ഇവിടെ ഞെക്കുക. നിങ്ങളുടെ ലൈംഗിക താല്പര്യങ്ങളെ സംശയത്തോടെ നോക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ അതേ ലിംഗത്തിൽ പെടുന്ന ആളെ ചുംബിച്ചിട്ടുണ്ടോ? എതിർ ലിംഗത്തിലൊരു പങ്കാളിയെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? LGBTQIA+ വിഭാഗത്തോട് എപ്പോഴെങ്കിലും മമത തോന്നിയിട്ടുണ്ടോ? നിങ്ങൾക്ക് നേരായ ലൈംഗിക ചിത്രങ്ങൾ കണ്ട് അറപ്പ് ഉളവായിട്ടുണ്ടോ? ഉത്തരങ്ങൾ പരിശോധനയിൽ ആണ്. കാത്തിരിക്കൂ. അഭിവാദ്യങ്ങൾ. നിങ്ങളൊരു സ്വവർഗാനുരാഗി ആവാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട്. നിങ്ങളെ കല്യാണം നടക്കുക ഒരു അസാധാരണ സാഹചര്യത്തിലായിരിക്കും. അതൊരാണാവാം, പെണ്ണാവാം, എന്തു ആവാം. ജയേഷ് എന്താ ഇത്ര രാവിലെ? പുരയിലിരുന്നിട്ടൊരു സമാധാനമല്ലേ സാർ? പോര, വേണ്ട, എൻ്റെ ക്യാബിനിലേക്ക് വാ, നമുക്ക് സംസാരിക്കാം. താൻ വാടോ. ഞങ്ങൾ കുറച്ച് പേരിവിടെ ഉണ്ടായിരുന്നു. നീ തേടേണ്ടത് തേടിയില്ല, കാണേണ്ടത് കണ്ടില്ല. ജയേഷിന് ഓർമ്മയുണ്ടോ?
ജേഷ് ഒരു ദിവസം പൂക്കൾ നിറഞ്ഞ ഷർട്ടിട്ടുകൊണ്ട് വന്നത് ഇളം കാറ്റ് ജേഷിന്റെ മുടിയിലൂടെ തട്ടിത്തടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അന്ന് ഞാൻ തീരുമാനിച്ചതാ, ഈ നായരുകുട്ടിയെ ഒരുത്തിക്കും ഞാൻ വിട്ടുകൊടുക്കില്ലെന്ന്. ഓൻ എന്റെയാന്ന്. സുഹൃത്തായിട്ട് കണ്ടൂടെ? സുഹൃത്താണ് ജേഷ്. ഏയ് എന്നെ ഒന്നും ചെയ്യരുത് സാർ, എന്നെ നശിപ്പിക്കരുത് സാറിന് എന്നെ ഒരു അനിയനായിട്ട് കണ്ടൂടെ? You have no idea how badly I wanted this. ബാബുട്ടാ, no! No, no, no! വേണ്ട, ബാബുട്ടാ, no! Slow? Slow അല്ല ബാബുട്ടാ, no! Okay. No means no! ബാബുട്ടാ! നീ എന്താടാ എന്നെ ചെയ്ത? നീ അപ്പുറത്തെ ലക്ഷ്യം വരയ്ക്കുന്നില്ല. ചെയ്യാൻ പറ്റിയ ഒരു മുതല് എല്ലാ വൈകുന്നേരം കിടന്നിറങ്ങി ഓരോ സ്വപ്നവും കാണും. പിന്നെ ആരായി അറിയുന്നത്? ഇങ്ങോട്ട് കയറ്റിയേ. ഇറങ്ങടാ എന്റെ ഫ്ലാറ്റ്. എന്റെ അമ്മായിന്റെ ഫ്ലാറ്റാണോ? ഞാനിവിടെ വെറുതെ വിടൂല. ചേട്ടൻ ചില്ലായിട്ട് ആദ്യം ഇതൊന്നും അടിക്കും, എന്നിട്ട് നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം. ചേട്ടാ ഇത് ചേട്ടന്റെ പേടി മാത്രമാ, ചേട്ടൻ കേയല്ല. ഈടേ വന്ന് പറഞ്ഞ ഇനി പാടാൻ എവിടെയെങ്കിലും ബാക്കിയുണ്ടോ നായേ? ഓ, ഞാൻ പാടിയനാ. ചേട്ടാ നിനക്കറിയില്ലേ, ഞാൻ പറഞ്ഞില്ലേ ചേട്ടൻ പേടി മാത്രമാന്ന്. ഇതിനൊക്കെ അനുശേഷം പറഞ്ഞാ മതി, ചുമ്മാ ഓരോന്ന് പറഞ്ഞ് പാവത്തിന് പേടിപ്പിക്കാൻ. നീ പോളെ, ഞാൻ പാവമൊന്നുമല്ല. ജയച്ചേട്ടാ ഇനിയിപ്പോ അങ്ങനെയാണെ തന്നെ എന്ത് പ്രശ്നം ജയച്ചേട്ടാ? എന്നാലും എല്ലാവരുടെയും മുന്നിൽ ഞാനൊരു പ്രകൃതി വിരുദ്ധനായി പോയില്ലേ മോനെ? ഇതിലെവിടെ ചേട്ടാ പ്രകൃതി വിരുദ്ധത? ഭൂമിയിലെ 90% ജീവികളിലും ഈ ഹോമോസെക്ഷാലിറ്റി പ്രകടമാണ്, അറിയോ? നോ, യു ആർ ലൈങ്. നോ, ഐ ആം നോട്ട് ചേട്ടാ, സത്യമായിട്ടും. റിയലി? ഈ ഭൂമിയില് ആണായിട്ടാണോ പെണ്ണായിട്ടാണോ ജനിക്കുന്നതെന്നുള്ളത് തന്നെ ഈ പറയുന്ന പ്രകൃതിയുടെ നിയമം അനുസരിച്ചിട്ടാണല്ലോ. ഉദാഹരണത്തിന് ചേട്ടന് മീൻകറിയാ ഇഷ്ടം, എനിക്ക് പച്ചക്കറി. ഇത് രണ്ടും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവില്ലേ? ഇങ്ങ് നോക്ക്. അപ്പോ ഇത് രണ്ടും ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. നമ്മുടെ താത്രിക്കുട്ടിയുടെ പുസ്തകത്തിൽ എന്താ എഴുതിയിരിക്കുന്നേ? ഇറ്റ്സ് ഓൾ അബൌട്ട് ടേസ്റ്റ്. ആ പൂതനന്റെ കാര്യം ഇവിടെ പറയല്ലേ മരുന്നേ. എനിക്കുണ്ടാവുന്ന കുട്ടികളെ പേര് വരെ ഞാൻ കണ്ടുവച്ചതാ മരുന്നേ. ഓൾറെഡി എന്റെ കാര്യത്തിൽ എനിക്ക് കുറെ ഡൗട്ട് ഉണ്ട്. ഇനി എനിക്ക് എങ്ങനെയാണ് കുട്ടികൾ ഉണ്ടാകുക? എന്റെ പൊന്ന് ജയശേട്ടാ, അതിനല്ലേ വാടക ഗർഭ പോലത്തെ കാര്യങ്ങളൊക്കെ ഉള്ളേ. അപ്പൊ പാൽ ആര് കൊടുക്കും? പൊന്നു ജയച്ചേട്ടാ, കേരളത്തിൽ എന്തോരം പശുക്കളുണ്ടായാലും ഒന്നിനെ പിടിച്ച് കറക്കിയാ പോരെ? അതൊന്നും ശരിയാവില്ലടാ. ശരിയാവും. ഒന്നും ശരിയാവില്ല. ഒരു അമ്മേന്റെ പാല് കിട്ടാണ്ട് എന്റെ മക്കള് വളരില്ലേ മരുന്നേ. അത് മാത്രല്ല, ഈ ക്രോസ് ബ്രീഡ് ചെയ്ത പശുവിന്റെ പാലിനൊക്കെ ഏടിയാ മരുന്നേ മിനറൽസ്. ഏടിയാണോ മിനറൽസ്? പശുപാല് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആട്ടുപാല് കൊടുക്കണം. ആരെങ്കിലും ഒന്ന് മിണ്ടാണ്ടിരിക്കാൻ പറയാ. എന്റെ പൊന്നനുശേഷം ഒരു 30 സെക്കൻഡ് താ. ചേട്ടാ അതെല്ലാം വിട്, എന്നിട്ട് ഈ തുറന്ന് അടിക്കും. ചുമ്മാ ചില്ലാവട്ടെ തന്നെ.